എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സർവാപരാധങ്ങളും പൊറുക്കണേ. ഓക്കെ, അപ്പൊ തുടങ്ങാം. സോ ഇന്നത്തെ എപ്പിസോഡ് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വിളിക്കട്ടെ ഞാൻ. സോ ട്രിബ്യൂട്ട് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം നിവേദ്.
താങ്ക് യു. എന്തോ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു സോങ്, നല്ല സോങ്. താങ്ക് യു. ഓക്കെ, പാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ശരത് സർ. മക്കളെ, എന്തോ ഉഗ്രം പാട്ട്. ഇതാരാ മക്കൾക്ക് സെലക്ട് ചെയ്ത് തന്നെ? ഇത് ഗ്രൂമസ്, രജി മാം, രൂപേ സാറും. അവർ രണ്ടുപേരും അല്ലേ ഉള്ളൂ അല്ലേ? ഈ അവര് കിട്ടുകൊടുത്തത് ആരാ ഈ പാട്ട്? അത് ഞാൻ തന്നെ. ആ, അതാ നിനക്കാടാ കയ്യിൽ. കാര്യം ഇത് ആര് കിട്ടുകൊടുത്താലും ഈ പാട്ട് എടുക്കും അവര് ഉറപ്പായിട്ട്. ഇട്ടുകൊടുക്കുക എന്നുള്ള ഒരു കടമ നീ കറക്റ്റായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. മക്കളെ, ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്? MG രാധാകൃഷ്ണൻ സാർ. ഉറപ്പാണോ? ഓ, ഉറപ്പാ. ഇദ്ദേഹത്തിന്റെ വേറെ ഏതെങ്കിലും പാട്ടുകൾ അറിയാമോ മക്കൾക്ക്? വേറെ അങ്ങനെ കേട്ടില്ല, ഇതാണ് എനിക്ക് കുറച്ചും കൂടി അറിയുന്നത് പാട്ട്. മക്കളെ, ഒരു ഭീകര കമ്പോസറാ. എത്ര 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 പാട്ടുകൾ. ഈ പടത്തിൽ തന്നെ വേറെ പാട്ട് പറഞ്ഞാലും മതി. ഈ പാട്ട് ഞാൻ അങ്ങനെ കേട്ടില്ല, വേറെ പാട്ടൊന്നും കേട്ടില്ല. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഉറങ്ങുമോ? മക്കള് കേൾക്കണം കേട്ടോ. MG രാധാകൃഷ്ണൻ ഹിറ്റ്സ് എന്നങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ചറവറ എന്ന് പറഞ്ഞ് മറ്റേ ശങ്കരാടി പറയുന്നതാണ്, പിന്നെ ചറവറ എന്ന് ഒഴുകുകയായി എന്ന് പറഞ്ഞ പോലെ മക്കൾക്ക് അത് വരും. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഫിംഗർ ടിപ്സിലുണ്ടല്ലോ മക്കളെ. പാട്ടുകൾ കേൾക്കണമെങ്കിലും ഇതൊക്കെ എൻ്റെയൊക്കെ ഒരു കാലത്ത് ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ ആ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ഈ റേഡിയോ വെച്ചിട്ട് നമ്മൾ വിചാരിച്ച പാട്ട് ഇടുവോ ദൈവമേ. നമ്മൾ എഴുത്തെഴുതി നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പറയും. അത് മിക്കവാറും കിട്ടാത്തപോലെ കിട്ടിയാൽ തന്നെ അവർ കീറിക്കളയുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഭാഗ്യത്തിന് കേട്ടാലായി. പഠിക്കുന്നതും അത്രേ ഉള്ളൂ സമയം. ഇത് റെക്കോർഡ് ചെയ്ത് വിൽക്കാനുള്ള അവസ്ഥയില്ല. അപ്പോൾ കേൾക്കുമെന്ന് തന്നെ കേട്ട് അത് ഉടനെ എഴുതിയെടുക്കുക, പഠിക്കുക, അതൊരു ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെയാണോ? എന്ത് വേണമെങ്കിലും അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ സെൽഫോണിൽ വന്ന് നിൽക്കും. കാര്യം ആ ഒരു കാലഘട്ടമായത്. എന്തും ഫിംഗർ ടിപ്സിൽ കിട്ടും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഓർഡർ ചെയ്തിട്ട് ഉടനെ നമുക്ക് വീട്ടിൽ ഇരുന്നാൽ കഴിക്കാൻ പറ്റുമെന്ന്? പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ പെയിൻറ്റിന് ഏതോ ഒരു സാധനമുണ്ട്, അടിച്ചാൽ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പേ വരും സാധനം. അത്രയ്ക്ക് ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ ഇത് നീ മനോഹരമായിട്ട് പാടി. നല്ല സുഖമുണ്ടായിരുന്നു. കാര്യം ഇത് പാടിയേക്കുന്ന നമ്മുടെ എന്താ പറയണ്ടേ, എൻ്റെ ചങ്കണ്ണാച്ചിയാ. അപ്പോൾ അണ്ണാച്ചിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അസാധ്യ പാട്ടുകാരനാണ്, ഒരു നിവർത്തിയില്ല. അത് ഏത് തരം പാട്ടാണെങ്കിലും അതേ വെച്ച് കീറും. അപ്പോൾ അതും എനിക്ക് കുറേ സന്തോഷം. മക്കളെ, എനിക്ക് ഒരൊറ്റ ഇതുള്ളത് അനുപല്ലവി ഒന്ന് പാടാമോ? ആ മോനെ. അത് പക്ക ആയിരിക്കട്ടെ. ആ വെരി നൈസ്. മോനെ, അതേ ഉള്ളു കുഴപ്പം. ഇത് തന്നെ ആയിരുന്നു കുഞ്ഞു കാറ്റിൽ പാടുമ്പോഴും ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. അപ്പം അത് മോനെ അത് മനസ്സിലാക്കിയാൽ മതി. അത് പെർഫെക്റ്റ് ആയിരിക്കണം മോനെ കേട്ടോ. നമ്മളെപ്പോഴും എല്ലാ പാട്ടും അത് പെർഫെക്റ്റ് ആയിരിക്കണം. കണ്ണിലെരിയും അല്ലേ, അതൊക്കെ ശ്രുതി മോനെ, അതൊക്കെ പെർഫെക്റ്റ് ആവട്ടെ. അത് ഷാർപ്പാണ് അത് പാടുന്നത്. അത് കുറച്ചും കൂടെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയ ഒരു നല്ലൊരു സുഖം കിട്ടും. അതൊക്കെ പിന്നെ അതിൻ്റെ അവസാനം നോക്ക്. എന്തിനീ നാണം? ശ്രുതിയിലാവുമ്പോൾ എല്ലാം നാണിക്കുന്നത് ഇല്ല. നാണം അപ്പുറത്തെ അയലത്തെ വീട്ടിൽ വന്ന് നിൽക്കത്തേ ഉള്ളൂ, നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. ഒന്ന് പാടാമോ കൃത്യമായിട്ട്? ആ എന്തിനീ നാണം കുഞ്ചുമ്പോൾ തൊട്ട് അണ്ണാച്ചി അസാധ്യമായിട്ടാ പാടിയേക്കുന്നത്. മോൻ എപ്പോഴും അത് അങ്ങോട്ട് ആ ഇപ്പം ആ നാണത്തിന് നീ മുമ്പേ കൊടുത്ത ഫീലില്ല. അതിപ്പോൾ ശ്രുതിയിലോട്ട് നോക്കിയപ്പോൾ അതങ്ങ് പോയി കേട്ടോ. കുറച്ചും കൂടെ ചിരിച്ചിട്ട് പാടി. എന്തിനീ നാണം? മക്കളെ ശ്രുതി, ചിരി ചിരി. ആ അത് മക്കളെ അതൊക്കെ ശരിയായിക്കോളുക കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ലാസ്റ്റ് ചരണത്തിന്റെ അനുബലയോടെ എൻ്റെ ഒന്ന് പാടാമോ? അത് അങ്ങനെ കൂട്ടിപ്പിടിക്കരുത് കേട്ടോ. ഒരു പ്രേത പാട്ട് പോലെ ഇരിക്കും. നീ എനിക്കല്ലേ നിന്റെ അത് എന്തിനാ വവ്വാലിനെ വരുത്തുന്നത് കേട്ടോ മോനെ. അത് നീ നോക്കണം. വിബ്രാട്ടോ ഇടുമ്പോൾ അത് ആവശ്യത്തിന് അവിടെ തന്നെ നിൽക്കണം.
ആ വല്ലാട്ടിട്ട് ആട്ടിക്കഴിഞ്ഞാൽ അടുത്ത നോട്ടിലേക്ക് പോകുമ്പോൾ ആ ഓസിലേഷൻ അത് വരരുത്. ഓക്കെ എന്താ മതി, എന്താ നായിപ്പോ വരുത്. ഓക്കെ സാർ. മനസ്സിലായല്ലോ? ഓ മനസ്സിലായി. അത്രേ ഉള്ളടാ ചക്കരെ. ഐ ലവ് യു. താങ്ക് യു സാർ. ഐ ലവ് യു ടു. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. നിവേദ ആ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സാർ. ഇപ്പം ശരത്തേട്ടൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പം പാട്ട് നിങ്ങൾ എല്ലാം വിരൽ തുമ്പിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമുക്കിപ്പം സ്റ്റെം വരെ നമുക്കിപ്പോൾ അടിച്ചെടുക്കാം. എല്ലാം എടുക്കാം. പിന്നെ ഡ്രംസ്, ബേസ്, ഗിറ്റാർസ്, ഞാൻ ലീഡ്സ്. കുറേ എം.ജി. രാധാകൃഷ്ണൻ സാറിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ശരി, കുഴപ്പമില്ല. ഞാൻ പറയാം, നമ്മൾ ടെക്നോളജിയെ പറ്റി അല്ല ഷാൻ പറഞ്ഞത് മക്കളെ ഇപ്പോൾ ഒരു പാട്ടെടുത്ത പണ്ടൊരു ഈ വോയിസ് ഇല്ലാണ്ട് ഒരു ട്രാക്ക് എടുക്കുക വലിയ പാടാ, കിട്ടത്തില്ല. ഇമ്പോസിബിൾ. അതൊക്കെ കിട്ടും. അതെ. ഞാൻ ആദ്യം പറയട്ടത് തങ്കമുരുകും ആണ്. പിന്നെ എന്തിനീ നാണം, ഇതെല്ലാം കുഞ്ഞാറ്റിൻ ലോലം. എനിക്ക് ഏറ്റവും കൂടുതൽ അടിച്ചത് നീ എനിക്കല്ലേ, നീ പാട്ട് എനിക്കല്ലേ. ആ പാട്ടിന് നീ കൊടുത്തൊരു വിബ്രാറ്റം ഉണ്ട്. അയ്യോ, കാരണം അതിങ്ങനെ ആ പാട്ട് ഇങ്ങനെ വന്ന് സ്ലോ ഡൗൺ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം ആ നോട്ട് എല്ലാം നീ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ചരണത്തിലും അത് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതുണ്ടല്ലോ ആ നോട്ട്, അതെല്ലാം കൃത്യമായിട്ട് നീ ഹിറ്റ് ചെയ്തു. പക്ഷെ ഈ നീ എനിക്കല്ലേ അതെല്ലാം കൂടെ സട്ടിൽ ഡൗൺ ചെയ്ത് വന്നിട്ടാണ് ഭയങ്കര സ്നേഹത്തോടെ നീ എനിക്കല്ലേ, നിൻ പാട്ടെനിക്കല്ലേ എന്ന് ഉള്ള വരി പറഞ്ഞു. ആ പാട്ടിൻ്റെ ആ വിബ്രാട്ടോ കേട്ടപ്പോൾ എൻ്റെ പൊന്നു മോനെ ഞാൻ പേടിച്ചു പോയി. അതാണ് സംഭവിച്ചത്. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിടാ നീ. താങ്ക് യു സാർ. കേട്ടോ? താങ്ക് യു സാർ. ഓക്കെ, നല്ല ഉഗ്രം പാട്ട്. എന്തൊരു പാട്ട്. അല്ല, ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി തന്നെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ലാലേട്ടൻ്റെയും രേവതി മാമിൻ്റെയും ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു. ബ്യൂട്ടിഫുൾ മൂവി ഓൾസോ. അത്രേ ഉള്ളടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. നിവേദ് നന്നായിട്ട് പാടി. നിവേദ് താങ്ക് യു സാർ. ഫീൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ശരത്തേട്ടനും ഷാനിക്കയും പറഞ്ഞത് ഫോളോ ചെയ്യുക. ഓക്കെ, ഓക്കെ സാർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. പാറു എടാ ഹരി, നീ നിന്റെ താത്താടെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വരി പാടുക. ഭയങ്കര ഒരു ആഗ്രഹം. അതിൽ ഏതെങ്കിലും പാട്ട് ഇഷ്ടപ്പെട്ടു. എത്രയോ പാട്ട് കിടക്കുന്നു. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ, വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ, ആയോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി തുളുമ്പുന്നു മുകിൽ പക്ഷിയുടെ നടനം, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, സരിഗമ ഗമ സരിഗമ ഗമ സരിഗമ ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി മദനി സനി സ മദനി സനി സ മദനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ നി സനി സ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നി സരി സനി സരി സ ധനി സ ധമാനി ധനി സ ഗമ.
താങ്ക് യു ഡാർലിംഗ്. എടേ മക്കളെ, ഞാൻ ഇപ്പൊ പാടിച്ചത് എനിക്കുള്ള ആഗ്രഹം കൊണ്ടാ. അവൻ എനിക്ക് പാടിത്തന്നു. അത് എപ്പം വേണേലും അരിയെ വിളിച്ച് നമുക്ക് കേൾക്കാം. പക്ഷെ നിങ്ങളും കൂടെ എല്ലാവരും കൂടെ കേൾക്കത്തില്ലേ. മോനെ, ഒരു ലളിതഗാനമുണ്ട് അദ്ദേഹത്തിന്റെ, ഘനശ്യാമ സന്ധ്യാഹൃദയം. അസാധ്യ പാട്ടാണ്. അതുപോലൊരു ലളിതഗാനം ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. എത്രയോ ലളിതഗാനങ്ങൾ ഈ ദാസേട്ടനാണ് പാടിയേക്കുന്നത്. ഒരു നിവൃത്തിയില്ല. അസാധ്യ പാട്ട്. ഓ, വാട്ട് എ കോമ്പസിഷൻ. അന്നൊക്കെ ലളിതഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാസറ്റ് ഉണ്ട്. അപ്പൊ അതുണ്ട്. എന്താ അങ്ങനൊന്നും ഇല്ല, എല്ലാം പോയി. ആ മോനെ കൊള്ളാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. യെസ്, നമുക്ക് മാർക്ക് വെക്കാം. ചോദിക്കാം. ഷാനിക, എന്തോ അവൻ വന്നപ്പോ എന്നോട് പറയാ ഈ ഷെഡ്യൂളിലെ 2 പാട്ടും അവൻ തന്നെ എഴുതിയതാണെന്ന്. അയ്യോ, അതിപ്പോ ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ട് അല്ലേ? ഗിരീഷ് അല്ല, പേപ്പറിലല്ലേ കൊണ്ടുവന്നതാണ്. വെരി ഗുഡ്. അങ്ങനെ വെരി ഗുഡ് മക്കളെ, നല്ലതാ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറഞ്ഞേ, നീ പറഞ്ഞു ഷാനിക്ക എടുത്ത്. ഇല്ല, അപ്പൊ ഷാനിക്കനോട് അയിന് എന്ന് ചോദിക്കുന്നു. അല്ല, അതായിരുന്നു ആദ്യം എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ അത് ഇത് എല്ലാവരും ചെയ്യണം. ഇനി അച്ഛന്റെ എഴുത്ത് അമ്മയുടെ എഴുത്ത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ തന്നെ എഴുതിയിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് തന്നാൽ മതി. അതാണ് അതിന്റെ തലയിലെടുത്ത്. അതെ. മാർക്കാണോ? ഞാൻ തന്നെയാണോ? മോനെ, എൻ്റെ മനസ്സിലുള്ള മാർക്ക് ഇസ് 9. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 9.1. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ, എന്റെ മനസ്സിലുള്ള മാർക്ക് 9. ആ, അതുകൊണ്ട് ഞാൻ 9. താങ്ക് യു സാർ. അതങ്ങ് തരുന്നു. വല്ലാത്ത creativity ആയിപ്പോയി. അവൻ കുറച്ച് പ്രതീക്ഷിച്ചു. ഹരിച്ചേട്ടാ 9 marks. താങ്ക് യു സാർ. 27.1. അടിപൊളി. Wow. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം ദിയക്കുട്ടി. എന്തോ എന്ത് തോന്നി? കുഴപ്പമില്ലാതെ പാടി. ആ, ഓക്കെ, ചോദിക്കാം. ഹരിച്ചേട്ടാ. ദിയ എന്തോ സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. കുഴപ്പമില്ലാതല്ല, ദിയയുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്കൊന്ന് ദിയയുടെ കഴിഞ്ഞ റൗണ്ടില് ഗിരീഷന്റെ റൗണ്ടിലായിരുന്നില്ലേ? ഏതായിരുന്നു നമ്മുടെ മഞ്ഞുമാസം? എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. പ്ലാൻസ് ഒക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ. കുറേ സംഗതീസും നല്ല ഫീലുള്ളൊരു പാട്ട്, നല്ല സെലക്ഷൻ, എല്ലാം കൊണ്ടും പ്രസന്റ് ചെയ്യാൻ പറ്റിയൊരു സോങ് ആയിരുന്നു. നമ്മൾ നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. കുട്ടി എന്താ സാർ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. മോളെ നന്നായിട്ട് പാടിയടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല മോള് വളരെ ലൈറ്റായിട്ട് ഫീൽ പോലും ചെയ്യാത്ത രീതിയിലുള്ള കുഞ്ഞു ശ്രുതി പ്രശ്നങ്ങൾ മാത്രം കേട്ടോ. ഇപ്പം അങ്ങിൽ ചേർക്കണേ, നീതിമാൻ നിനക്ക് തന്നതോ, മുൾക്കിരീട ഭാരവും, നിത്യനായ ദൈവമേ, അതൊന്ന് പാടിയ മോളെ. നിത്യനായ ദൈവമേ കാത്തിടേണമേ. നല്ല ശബ്ദം, വെരി നൈസ്. അതിന് ഈ ഒരു ലൈൻ പാടിക്കണമായിരുന്നു. ശബ്ദം തന്നാന്ന് പറയാൻ. അല്ല, അതിന് ഈ ഒരു ലൈൻ പാടിക്കണമായിരുന്നു. വിത്തൗട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒരു ശ്രുതിയിൽ മാത്രം കേൾക്കും. ഇറ്റ് ഈസ് മച്ച് മോർ ബ്യൂട്ടിഫുൾ മാൻ. What is this man? He's a horrible guy, yaar. This is terrible guy. എപ്പോഴും തെറിയ. പിന്നെ മോളെ, നീ അറിഞ്ഞുവോ നാഥ പാടുങ്കോ. നീ അറിഞ്ഞുവോ നാഥ നീറുമെന്നിലേ മൗനം. നീ അറിഞ്ഞുവോ നാഥ. ആദ്യത്തെ നാഥ ഒന്ന് വഴുതിയായിരുന്നു നേരത്തെ പാടിയപ്പോഴും. രണ്ടാമത്തെ നാഥ പിന്നെ തിരിച്ച് ട്രാക്കിലേക്ക് വന്നു. വെരി ഗുഡ്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നന്നായിട്ട് തന്നെ പാടി മോളെ. ഗുഡ് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഓരോ പോയിന്റോടും കൂടി ചേർത്തിട്ട് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ,
ഓൾ ദ ബെസ്റ്റ്. ആ ഷാനിക എന്തിനാ പറഞ്ഞേ? അത് ഓർമ്മിപ്പിക്കാനോട് ആൾക്കാർ റെഡി ആയിരിക്കുമായിരുന്നു. അത് കട്ട് ഇല്ല, അത് ചെയ്ത് മറന്നുപോയി, ആ വൈക മറന്നുപോയി. ധ്രുവേനെയാണ് ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഞാൻ ഇപ്പൊ നിവേദ് മൈക്കൊക്കെ എടുത്തു പോവാ. എന്നാ മാർക്കിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളതാണ്. കുഴപ്പമില്ല, അത് നമ്മളല്ലേ മറക്കാതിരിക്കേണ്ടത്. നമ്മളെ ആ കാര്യങ്ങളൊന്നും ആരും ഓർമ്മിക്കണ്ട. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നിരിക്കും. അതേതാ ദിയ പറയും. ആദ്യമായിട്ട് ഒരു പേര് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു മോളെ. അതിന്റെ ഡൈനാമിക്സ് നഷ്ടം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത റൗണ്ടിൽ ഞാനൊരു 0.1 എക്സ്ട്രാ തരികയാണ് ഈ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി. ഒരു 0.1 മാർക്ക് അത് ഓർമ്മിപ്പിച്ചോ. ഓരോരുത്തരും ഞങ്ങൾ തരും. ഞങ്ങൾ 3 പേരും കേട്ടോ. 0.1 ഞങ്ങൾ എടുത്ത മാർക്ക് ഇട്ടിട്ട് ഞങ്ങൾ എന്നിട്ട് പറയും പറയും +0.1 ഫോർ ദിസ് സിൻസിയറിറ്റി. യെസ്. ഓക്കെ, ശരത് സാർ. ഹായ് മോളെ. ഹായ് സാർ. മക്കളെ, നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. മോള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. പക്ഷെ എനിക്കുള്ള ഒരു ഒറ്റ ഡൗട്ട് നീ ക്ലിയർ ചെയ്ത് തരണം. തിരിരേ തിരിരീ നീ നീ നാ 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 ദരിരാ നാ നാ നാ. ആ നോട്ടല്ലേ കനിവിൻ നാഥനെ? മോള് ചെറുതാ പാടുന്നത്. ദരിനാ. പിന്നെ ഷാൻ പറഞ്ഞല്ലോ നാഥൻ, വല്ലാണ്ട് ഷാർപ്പായിരുന്നു മോളെ കേട്ടാ. അതേ ഉള്ളു. അതൊക്കെ എങ്ങനെ പോവാ, മനുഷ്യരല്ലേ. നമ്മൾ കുറച്ച് ഷാർപ്പായി പോയെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല മോളെ. ഓക്കെ, സോ വാട്ട്, ഞാൻ ഇനിയും ഷാർപ്പായിട്ട് പാടും അല്ലേ. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. മക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. നിങ്ങൾ നമുക്ക് ലൈഫിലൊക്കെ കുറച്ച് വിഷമസന്ധികളൊക്കെ വരും. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക സോ വാട്ട്. അതുകൊണ്ട് കാര്യം അത് കഴിഞ്ഞു. ചത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതരുതെന്നാണ്. അത് കഴിഞ്ഞു പോയി. പിന്നെ അയ്യോ എൻ്റെ അമ്മ എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ BP കൂടുമെന്നുള്ള അല്ലാണ്ട് ഒരു കാര്യമില്ല. എല്ലാം കൂളായിട്ട് എടുക്കാനും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു 4-5 വട്ടം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ 4-5 തവണ ആലോചിക്കുക ഇത് ചെയ്യണോ വേണോ, എന്താണ് ഇതിൻ്റെ വരും വരായികകൾ എന്ന് ആലോചിച്ചും കണ്ട് ചെയ്യാമോളെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്രേ ഉള്ളൂ. ഇതാണ് ഇന്നുള്ള അഡ്വൈസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ശരത് സാർ. അഡ്വൈസ് ഓഫ് ദ വീക്ക്. സോ വാട്ട്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഹരിചേട്ടാ. 9.2. താങ്ക് യു സാർ. സൂപ്പർ. ഷാനിക്ക. മോളെ 9.1. താങ്ക് യു സാർ. മറ്റത് അവസാനം അവൾ ആഡ് ചെയ്യും. ശരത് സാർ. യെസ്. അപ്പം മക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോണം. അതൊരു മനുഷ്യ കുഞ്ഞല്ലേ, അതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുത്ത് കളയും. 9 മാർക്സ് മോളെ. താങ്ക് യു സാർ. സോ ടോട്ടൽ മാർക്ക് 27.6. ഹാപ്പി അല്ലേ കുട്ടാ? ഓക്കെടാ. അടുത്തതായി ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ ആന്യക്കുട്ടി. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ.
സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എൻ നൊമ്പരം. അന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീരന്യനാണെങ്കിലും എൻ്റെ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീഥിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീഥിയിൽ. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥാ. അന്യ എന്തോ? ഭയങ്കര ക്യൂട്ടായിട്ടാ പാടിയത്. താങ്ക് യു. രസമുണ്ടായിരുന്നു. ചോദിക്കാം നമുക്ക്. ആ. ശരത് സർ, മോളെ എന്തോ? സുഖാണോ മോക്ക്? അത് അത്ര സുഖമില്ല. അല്ല, അല്ല, ഞങ്ങളൊരു 5-6 തവണ ഛർദിച്ചിട്ടൊക്കെ ഇരിക്ക. എന്ത് പറ്റി മോളെ? രാവിലെ ഓക്കെ ആയിരുന്നു, പിന്നെ ഈ ആഫ്റ്റർനൂൺ ഒക്കെ ആയപ്പം അത് എന്തേലും കാരണം അറിയത്തില്ല. പക്ഷെ അല്ല, പാറു കഴിക്കാൻ വെച്ചിരുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചോ മക്കളെ? അത് ഞാൻ എടുത്തു വെച്ചത് കഴിച്ച ഛർദിക്കും എന്നാണോ? കാരണം ഛർദിക്കാനുള്ള ഒരു സാധനം നമ്മൾ അവൾക്ക് വേണ്ടി വെച്ചായിരുന്നു. ഇനി അതെങ്ങാനും നീ അറിയാതെ എടുത്ത് കഴിച്ചോ? അതാ അറിയണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ആരും ടെൻഷൻ ആവണ്ട. അല്ല മോളെ ആ തൊണ്ടയ്ക്കുള്ള അത് മാറിക്കോളൂ കേട്ടോ, അതൊരു ഇഷ്യൂ അല്ല. മക്കളെ അക്ഷരം പറയുന്നത് കുറച്ചും കൂടെ മോള് ശ്രദ്ധിക്കണം. കാര്യം അത് പല അക്ഷരങ്ങളും വേറെയൊക്കെ ആയിട്ടാണ് കേൾക്കുന്നത്. മോളെ നമ്മൾ തുറന്ന് പറയേണ്ടത് തുറന്ന് തന്നെ, വാ തുറന്ന് അമ്മേ ഇഡ്ഡലി ഇതൊക്കെ നമ്മൾ തുറന്ന് തന്നെ പറയുക. അമ്മ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല, പട്ടിണി കിടന്ന് നമ്മൾ ഒരു ലെവലായി പോകും. ഇല്ല മോളെ അത് തുറന്ന് പറയണം. ആരെടുത്താണെങ്കിലും ഒരു പെൺകുട്ടിയല്ലേ, ധൈര്യമായിട്ട് പറയണം. മാറി നിൽക്കണോ എന്താ പറ. അല്ല വാവേ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. മാറി നിക്കണോന്ന് പറഞ്ഞേ. എൻ്റെ അടുത്ത് പറയണ്ട, അവളുടെ അടുത്ത് പറഞ്ഞാൽ മതി. എന്നോട് പറഞ്ഞോ? ആ ഷർദിൽ ദേവതയുടെ അടുത്ത്. ഞാനല്ലേ ഇവിടെ ഛർദിച്ചത്. ഷർദിൽ ദേവത. ആ മാറി നിക്കടോ. മാറി നിക്കണം. ഇത്ര മതിയോ? ഇത് കൂടുതലല്ല, വേണ്ട ഇത്രയും വേണ്ട. കുറച്ച് അക്ഷരത്തിലൂടെ കുറച്ചുള്ളൂ മക്കളെ. അതേ ഉള്ളൂ എനിക്ക് തോന്നിയത്. വളരെ സിമ്പിളായിട്ടൊരു പാട്ട്, കുഞ്ഞിന് കുറച്ചും കൂടെ ആരോഗ്യമാവാം തോന്നി. ഇനി ഛർദ്ദിച്ചുകൊണ്ടായിരിക്കും, പോട്ടെ എന്നൊക്കെയാലും പോട്ടെ. പക്ഷെ ഒരു എന്താ പറയണ്ട, ആ ഭക്തി ഉണ്ടായിരുന്നു മോളെ പാട്ടിൽ കേട്ടോ. ഭക്തി എന്ന് ഐ മീൻ ഡിവോഷൻ. ഓക്കെ. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ആന്യ എന്തോ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. ഞാനിതിനകത്ത് ആകെ എഴുതി വെച്ചിരിക്കുന്നത് അകാരം. കാരണം നമ്മള് വിശ്വം കോക്കുന്ന നോ അങ്ങനെയൊക്കെയാണ് കേൾക്കണേ. വിശ്വം കാക്കുന്ന നാഥ എല്ലാം ആണ്. എല്ലാം ഇങ്ങനെ വിശ്വം കോക്കുന്ന നോ അങ്ങനത്തെ ഒരു ടോൺ വരുന്നുണ്ട് മോളെ. അത് മോളത് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ. അത് പിന്നെ കോറസ് പോർഷൻ കൂടെ വരുമ്പോഴാണ് നമ്മൾ പിന്നെ ആ ഓവും ആ ആവും കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പരുവം, അതാണ് നമ്മൾ കേൾക്കുന്നത്. ചരണത്തിലുള്ള നീ അറിയാതെ പോകുന്നു എൻ നൊമ്പരം എന്നുള്ളതുണ്ടല്ലോ, അത് ആദ്യം മോള് സോളോ ആയിട്ട് പാടിയിട്ട് അതിനുശേഷം കോറസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പാടില്ലേ ചെയ്യണേ? അല്ല, അത് റുപേഷ് സാറ് പറഞ്ഞു, അത് ഞാനും കോറസും ഒരു ക്ലാഷ് ആവുകയാണെന്ന്. അപ്പം റുപേഷ് സാർ പറഞ്ഞു, ആ നീ അറിയാതെ പോകുന്നു എൻ നൊമ്പരം അവർ തന്നെ പാടത്തെ. പക്ഷെ നീ അറിയാതെ പോകുന്നു നൊമ്പരം മോള് സോളോ ആയിട്ടും പാടിയല്ലോ. ശബ്ദവും കേട്ടു. അതിന്റെ റിപ്പീറ്റിലല്ലേ കോറസ് വരണേ അല്ലേ? ആദ്യം അവള് സോളോ അല്ലേ പാടണേ? ആ, അപ്പൊ ആ പിന്നെ നീ അറിയാതെ എന്നൊക്കെ അറിയാതെ എന്ന് തന്നെ കേൾക്കണം. ഇത് അറിയോ ഒരു ഓവുമല്ല ആയുമല്ല, ഇതിന്റെ ഇടയിലുള്ള എന്തോ ഒരു സിലബൽ പോലെയാണ്. ഗേൾ
ഷർദിൽ ദേവത വോമിറ്റിംഗ് ദേവത വോമിറ്റിംഗ് ദേവത റോക്സ്. അപ്പം അത് മാത്രമാണ് കേട്ടോ. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഈ ഉച്ചാരണം ആ. കേട്ടോ. ഇപ്പം എന്താ നിന്നോട് എന്താ പറഞ്ഞ എന്തോടി മാറി നിക്കണോ? ആ മാലും ആ കറക്റ്റ് വന്നു. അതിൽ മോറി നിക്കണോന്ന് പറഞ്ഞില്ല, മാറി നിക്കണോന്ന് പറഞ്ഞു. അപ്പൊ അത് യു ഹാവ് ടു ഫിക്സ്, അതർവൈസ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സേഫ് സോൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ആന്യ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. വേർഡ്സ് ക്ലാരിറ്റി, അതാണ് ഞാൻ കഴിഞ്ഞ റൗണ്ടിലും അതാണ് പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ റൗണ്ടില് എന്തായാലും ഏതെങ്കിലും ഒരു റൗണ്ടിൽ പറഞ്ഞല്ലോ, കേട്ടായിരുന്നില്ലേ? എന്നാ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പൊ ഈ റൗണ്ട് മോള് വേർഡ്സ് ക്ലാരിറ്റി മോശമായിരുന്നു കേട്ടോ. സോ വർക്ക് ചെയ്യണം, അതുപോലെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് പാടണം കേട്ടോ. എന്നാലേ നമുക്ക് കേൾക്കുന്നവർക്ക് എന്താ പറയുന്നതെന്നുള്ളത് മനസ്സിലാവും. കുറച്ചുകൂടി ബെറ്റർ ആവണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്സ് മാർക്സ് ചോദിക്കാം. ആ. ശരത് സർ. മക്കളെ 8.5. താങ്ക് യു. താങ്ക് യു ശരത് സർ. ഷാനിക്ക. 8.4. താങ്ക് യു. ഹരിച്ചേട്ടാ. 8.3. താങ്ക് യു. സോ ടോട്ടൽ 25.2. അടിപൊളി. അങ്ങനെ ആന്യക്കുട്ടിയുടെ ഒരു പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അതൊന്നും അങ്ങനെ അല്ല, ഒരു സന്തോഷം വന്നപ്പം. അങ്ങനെ എന്നാ പോട്ടെ. യെസ്. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.